യേശു ഈ ഭൂമിയിൽ വന്നിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാവുന്നൊരു ഉത്തരം ഇതാണ്: എല്ലാത്തിനെയും റീഡ് ചെയ്യാൻ പഠിപ്പിച്ചു. ഇത്രയും കാലം ഒരു കാര്യം മുന്നോട്ട് പോയി, അതെല്ലാവരും ശരിയെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ യേശു പറഞ്ഞു അതങ്ങനെയല്ല, അതിന് ചെറിയൊരു മാറ്റമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ യേശു റീഡ് ചെയ്തു, ഒന്നുകൂടി വായിപ്പിച്ചു. എന്നിട്ട് വാക്കുകൾക്കിടയിൽ നിന്ന് പുതിയൊരർത്ഥം അവരുടെ ജീവിതത്തിൽ നൽകി. അങ്ങനെ യേശു ഒരു ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. അതുതന്നെയാണ് ദ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. ഒരു കാലഘട്ടം മുഴുവനും നിയമങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഒരു നിയമം ഇങ്ങനെയാണ്: അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക. കൂടെ നിൽക്കുന്നവനും അയൽവക്കത്തുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുക, എന്നാൽ നിങ്ങൾ എതിർക്കുന്നവനെ നിങ്ങൾ തിരിച്ചെതിർത്തേക്ക്. ഒരു തെറ്റുമില്ല. ഇത് അവർ കാലാകാലങ്ങളായി ചെയ്തു പോയതാണ്. അതുകൊണ്ട് തന്നെ അത്രയും കാലം ശത്രു എന്നൊരു കോൺസെപ്റ്റ് മനുഷ്യരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശു അതിനെ മാറ്റിയത് ഇങ്ങനെയാണ്: ഇങ്ങനെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത്രയും നാൾ നിങ്ങൾ കേട്ടതാണല്ലോ. യേശു എന്നെ റീഡ് ചെയ്തു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതിയൊരു വാക്കാണ്. ഇത്രയും കാലം കേട്ടതിങ്ങനെയാണ്, ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് നിങ്ങൾ കേൾക്ക് എന്ന് പറഞ്ഞിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവേൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേ. കാര്യങ്ങൾ പുതിയൊരു തലത്തിലേക്കാണ്. അത് സ്വർഗത്തിൻ്റെ തലമാണ്, മനുഷ്യരുടെ തലമല്ല. മനുഷ്യർക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. നമ്മളൊക്കെ ഓർക്കേണ്ടത്, നമ്മൾ എത്ര പേരോടാണ് സംസാരിക്കാതിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന മനുഷ്യരൊക്കെ എത്ര പേരാണ് ഇപ്പോൾ അപരിചിതരായി മാറിയത്? എത്ര പേരെക്കുറിച്ചാണ് നമ്മൾ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശത്രുക്കളുടെ എണ്ണം കൂടുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്കുള്ള സുവിശേഷ ഭാവമാണ്. യേശു നമ്മളോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, നിങ്ങൾക്ക് ശത്രുവില്ല. ക്രിസ്ത്യാനിക്ക് ശത്രുവില്ല എന്ന് ഈ ഭൂമിയെ പഠിപ്പിച്ച ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഇത്രയും കാലം കേട്ട കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ റീഡ് ചെയ്യണം. തപസ് കാലമാണ്. പുതിയൊരു ജീവിതത്തിലേക്കുള്ള പുതിയൊരു കാൽവയ്പ്പാണ്. ഓരോ നാളുകളും നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ അപഗ്രഥിച്ച് പുതിയൊരു തുടക്കമാകാൻ ഇത് സഹായിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.